ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മലയാളം വെബ് സീരീസ് ആണ്. ഇതിന് ടോട്ടൽ 7 എപ്പിസോഡ്സ് ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഫുൾ എപ്പിസോഡ്സും തീർക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മാളവികേനെയും മാളവികയുടെ ഫ്രണ്ട്സിനെയാണ്. നമ്മുടെ ഹീറോനെ മാളവികയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹീറോൻ്റെ പേര് ശ്രീകുട്ടൻ. അവിടെ കട്ടിയും നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അന്ന് രാത്രി ഒരു സിനിമ കാണണം. അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മേനൊക്കെ പറഞ്ഞയച്ചിട്ട് അവൻ കിന്നാരിത്തുമ്പി കാണാനുള്ള പരിപാടിയിലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് പുറത്ത് സൈക്കിൾ വീഴുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വന്ന അവൻ ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു കള്ളൻ ഓടിപ്പോകുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് നോക്കി നിൽക്കുന്ന സമയത്ത് ടി വിയിൽ നടക്കുന്ന ആ ഒരു ഷോ അവൻ ഓഫ് ചെയ്യാൻ മറന്നു. അപ്പോഴേക്കും പാരൻസ് വന്നിട്ട് ഇവൻ അടിയോടടിയായി, നീ ഇത് കാണാനാണല്ലോടാ ഞങ്ങളെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവിടെ വെച്ചിട്ട് കള്ളനെ പിടിക്കാൻ വന്ന സകലമാന ആൾക്കാരും ഇവനെ പിന്നീട് വിളിക്കുന്നത് തുമ്പിക്കുട്ടൻ എന്നൊക്കെയാണ്. അങ്ങനെ ഇവൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായടാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനോട് പറയുന്ന സമയത്ത് പിന്നിന്ന് എല്ലാ കുട്ടികളും കൂടിയിട്ട് തുമ്പിക്കുട്ടൻ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരിക്കും. ഇത് കേട്ടിട്ട് ഇവന് വല്ലാതെ വിഷമമായിട്ട് സൈഡിൽ പോയിരുന്ന് മോങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോയും വന്നിട്ട് ഒരു തുമ്പിയുടെ ഫോട്ടോയും കൊടുത്തിട്ട് എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം പറയുകയല്ല, അവൻ ചെറുത്ത് നോക്കിയിരുന്നു കൊടുക്കുന്നുണ്ട്. സംഗതി അവൾ ഒന്നും വിചാരിച്ചുകൊണ്ടല്ല അത് വരച്ചു കൊടുത്തത്, അവളുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു തുമ്പിനെ വരച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അവിടുന്ന് കിട്ടിയത് കാണിക്കുന്നത് ശ്രീകുട്ടനോട് മാളവികനെ ഈ പെണ്ണ് കാണാൻ വേണ്ടി വന്ന സമയത്ത് മാളവിക അന്ന് ഞാനായിരുന്നു ഇഷ്ടം പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഇവനാവട്ടെ അയ്യോ ഞാൻ അറിഞ്ഞില്ല, അന്നുണ്ടായിരുന്നൊരു ചെറിയ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സംഗതി മാളവികയ്ക്ക് അന്ന് എന്താ ഉണ്ടായത് ഒന്നും പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല. അവിടുന്ന് കട്ടിയത് കാണിക്കുന്നത് പീതാംബരനെയാണ്, പേരിലൂരിൻ്റെ പ്രസിഡന്റ്, മാളവികയുടെ മാമൻ. ആളാവട്ടെ ആംബുലൻസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ്. ഇവിടെ നമ്മുടെ സോമനെ കാണിക്കുന്നുണ്ട്. സോമൻ ഒരു പ്രസിഡന്റ് ആവാൻ ആഗ്രഹിക്കുന്ന പീതാംബരനെതിരെയായിട്ട് നാലഞ്ച് ഇലക്ഷനിൽ നിന്നിട്ട് പൊട്ടിപ്പാളിസായി പോയ ഒരാളാണ്. അപ്പോൾ ആളാവട്ടെ ഇന്നെന്തായാലും, അതായത് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്തായാലും ഞാനാണ് ജയിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ പീതാംബരൻ്റെ പേരിലൊരു കേസ് ഉള്ളതുകൊണ്ട് ആൾക്ക് ആ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല, പകരം വേറൊരാളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും സോമൻ. അത് കേട്ടിട്ട് നമ്മുടെ പീതാംബരൻ ആംബുലൻസിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് ഞാൻ എന്തായാലും ഒരാളെ കൊണ്ടുവരും, നല്ല കറക്റ്റായിട്ട് ഒരാളെ തന്നെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പീതാംബരൻ വെല്ലുവിളിച്ചിട്ട് ആദ്യം പോകുന്നത് ഭാര്യയുടെ അടുത്തായിരിക്കും. നീ തന്നെ മത്സരിക്കണം, നീയാണ് കറക്റ്റ് ആളെന്നൊക്കെ പറയുമ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. അവിടെ നിന്ന് തട്ടിയത് കാണിക്കുന്നവിടെ ശ്രീകുട്ടൻ മാളവികനെ പെണ്ണ് കണ്ടു വരുന്ന വഴിക്ക് അവളെപ്പറ്റി അഭിപ്രായം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് മാമന്മാരെ അവളുടെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടീനെ കാണുന്ന നമ്മുടെ ഹീറോ ആവട്ടെ ആ പെൺകുട്ടീനെ വല്ലാത്തങ്ങ് പിടിച്ചു പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാറിലിരുന്ന് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവൻ പറയുവാണ് എനിക്ക് മാളവികനെ ഇഷ്ടമായില്ല, അവൾക്ക് ഹൈറ്റ് പോരാ, അവൾക്ക് ജോലിയായിട്ടില്ല, സ്ഥലമില്ല, തീരെ സ്വത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉടക്ക് ന്യായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴെങ്കിലും ഒന്ന് സെറ്റാവോടെ നിനക്ക് പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും എല്ലാവരും. ആകെപ്പാടി ഷോക്ക് അടിച്ച് നിൽക്കുവാണ്. അതിനുശേഷം വീണ്ടും കട്ട് ചെയ്യുന്നവിടെ പീതാംബരൻ നമ്മുടെ മാളവികനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇങ്ങനെ ഇലക്ഷന് ഇങ്ങനെ നിൽക്കണം, നീ ഒന്ന് വന്ന് നിൽക്കാവോ, നീയാണ് എൻ്റെ ഏക മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് സിൻഡി അടിക്കുവാണ്. ആദ്യം രണ്ടുപേരും, അതായത് അമ്മയും അവളും നല്ലപോലെ എതിർക്കുന്നുണ്ടെങ്കിലും അവസാനം മാമൻ്റെ വിഷമം കണ്ട് അമ്മ സമ്മതിക്കുകയാണ്. അപ്പോൾ അവൾ വന്നിട്ട് അമ്മോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ PhD കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്കൊരു ലെക്ചർ ആവാനാണ് ആഗ്രഹം, അത് അമ്മയ്ക്ക് അറിയില്ല, ഇതിപ്പോൾ എന്തിനാണ് ഞാൻ പ്രസിഡൻ്റ് ആവുന്നത്, അതും എവിടെയോ കിടക്കുന്ന പേരിലൂരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ സൈഡ് അടിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എടി നീ എന്തായാലും നാളെ ഒരു മരുമോളായിട്ട് പേരിലൂർക്ക് പോകുന്ന ഒരാളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു പ്രസിഡൻ്റായിട്ടൊക്കെ പോകുന്നതിന് വലിയ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ പ്രസിഡൻ്റ് ആവാനുള്ള ഒരു സംഗതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം മാമൻ പോയതിനു ശേഷം നമ്മുടെ ഹീറോയിനൊരു കോളും വരുന്നുണ്ട്. അതായത് ആ കല്യാണം സെറ്റാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ എന്തുണ്ടായേ, രണ്ടെണ്ണം കൂടി ഷോക്കടിച്ച് വീണ്ടും പുറത്ത് നിൽക്കുവാണ്. അതിനുശേഷം കട്ടിത് കാണിക്കുന്നത് നമ്മുടെ ശ്രീകുട്ടൻ്റെ വീട്ടിലാണ്. അമ്മ നോക്കും, എന്താണ് പറ്റിയത്, പെണ്ണൊക്കെ സെറ്റായ എന്ന് ചോദിക്കുമ്പോൾ അനിയൻ വന്നിട്ട് പലഹാരത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ എന്താണ് പലഹാരത്തിൻ്റെ കണക്ക് പറയുന്നത്, പെണ്ണെങ്ങനെയുണ്ടെന്ന് പറയടാ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുകയാണ്, അതൊന്നും സെറ്റായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആവട്ടെ നമ്മുടെ അങ്കിളിനോട് ചോദിക്കുവാണ്, അങ്കിളെ നമ്മൾ രണ്ടാമതൊരു വീട്ടിൽ കയറിയില്ലേ, അവിടെ ഒരു മഞ്ഞ ഡ്രസ്സ് ഇട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അതാരാ എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് പറയാണ് കൂട്ടുകാരുടെ മോൻ്റെ ഭാര്യയാണത്, എന്തേ ചോദിക്കുമ്പോൾ അങ്ങനെ അവനൊരു വലിയൊരു വിഡ്ഢിത്തരം പറ്റിയെന്ന് മനസ്സിലായി. അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ മാളവികനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം വരെ അവൻ എടുത്തത്. അങ്ങനെ അതും മനസ്സിലാക്കി അവൻ പുറത്തേക്ക് ശോകം പിടിച്ചിറങ്ങി പോവാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മാളവികനെ പ്രസിഡൻ്റ് ആക്കാൻ പോണേൻ്റെ ആ ഒരു ആഘോഷത്തിൽ ചണ്ടയാവട്ടെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മുകളിലേക്ക് എറിഞ്ഞിട്ടൊരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞതായിരിക്കും. അതാണെങ്കിൽ കറണ്ട് കമ്പിയിൽ പോയി കുടുങ്ങിയിട്ടുണ്ടാവും. ആ കറണ്ട് കമ്പിയിൽ കിട്ടുന്ന ചെണ്ട രണ്ടാമത്തെ പോസ്റ്റർ കണ്ട് ഞെട്ടി നിൽക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ തലയ്ക്ക് തന്നെ വന്ന് വീഴുവാണ് കേട്ടോ. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് മാളവിക ആവട്ടെ
ഈ പീതാംബരൻ്റെ വീട്ടിലാണ് പിന്നെ സ്റ്റേ ഒക്കെ. അപ്പോൾ അവിടെ പോകുമ്പോൾ അമ്മായി അവളോട് പറയുകയാണ്, നിനക്ക് നിൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം, നിൻ്റെ ഡ്രീം ചേസ് ചെയ്യണമെങ്കിൽ നീ ഒരിക്കലും ഈ ഒരു സംഗതിയിൽ ജയിക്കാൻ പാടില്ല, അതുകൊണ്ട് വോട്ട് എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങിത്തിരിക്കുവാണ്. ഇവിടെ നമ്മുടെ ബാലനെ കാണിക്കുകയാണ്. ഇവൻ്റെ പേര് ഏകദേശം സൈക്കോ ബാലൻ എന്നാണ് അവിടുത്തെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് ഈ ഒരു സംഗതി ഒന്ന് കലക്കി തരണം എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ സോമന് പരിക്കേൽപ്പിച്ചിട്ട് മീനാക്ഷിയും പീതാംബരനും കൂടിയിട്ടാണ് നിന്നെ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോമന് സഹതാപം കൂടി അവന് വോട്ട് വീഴും, ഞങ്ങൾക്ക് വോട്ട് പോവും. സൈക്കോ ബാലൻ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യെങ്കിലും പക്ഷെ പണി കിട്ടിയത് നമ്മുടെ മാളവികയ്ക്കും അമ്മായിക്കും ആയിരിക്കും കേട്ടോ. അവിടെ നട്ടേ നമ്മുടെ ഹീറോ ആവട്ടെ വേറൊരു പെണ്ണാളിന് പോവുകയാണ്. ആ ഒരു സമയത്ത് ആ പെൺകുട്ടി പുറത്ത് പോയി സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് ഒരു ചെക്കനാവട്ടെ വഴി ചോദിക്കുവാണ്. ആ നേരം കൊണ്ട് തന്നെ ഇവൾ അവൻ്റെ ബൈക്കിൽ കയറിയിട്ട് ഒളിച്ചോടി പോവുകയാണ്. അങ്ങനെ ഹീറോ ആവട്ടെ പെണ്ണ് കാണാൻ വന്നിട്ട് ആ പെണ്ണിൻ്റെ കല്യാണം കണ്ടിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നടക്കുന്ന അമ്പലത്തിലെ ഒരു ഉത്സവത്തിനായിട്ട് നമ്മുടെ മാളവികയുടെ അമ്മായും പീതാംബരനും എല്ലാവരും കൂടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അമ്മേനെ കാണുന്ന മാളവികയാവട്ടെ ആളുടെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് നിങ്ങളുടെ വോട്ട് വേണം, കുറുക്കൻ ചിഹ്നത്തിന് എന്നെ വോട്ട് ചെയ്തോളൂ എന്ന് പറയുകയാണ്. സംഗതികൾക്ക് തോൽക്കാനാണ് ആഗ്രഹമെങ്കിൽ പോലും ആളുടെ ഒരു വോട്ട് വേണം എന്നൊരു വാശിയായിരുന്നു. ആ വാശി എന്തോ കാരണത്തിൽ അവൾക്കത് വലിയൊരു മിസ്റ്റേക്കായി പറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് വെറും ഒരു വോട്ട് വ്യത്യാസത്തിൽ അവൾ ജയിക്കുകയാണ്. ഇനി അവളുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാനം രാജിവെക്കണം എന്നുള്ളത്. പിറ്റേ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ വരുന്ന സമയത്ത് അവിടെ ഇവൾക്കെതിരായിട്ട് രൂപക്കത്ത് വന്ന കാര്യം ഓഫീസർ അറിയിക്കുവാണ്. അങ്ങനെ സംഗതി വായിക്കുന്ന സമയത്ത് 8 വർഷത്തിനുള്ള വോട്ടർ ലിസ്റ്റിൽ ഇവളുടെ പേരുണ്ടാവണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവളുടെ പേരെന്തായാലും ഉണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇവളുടെ പേരിൽ ഒരില്ല. പക്ഷേ എങ്ങനെയോ വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പീതാംബരനാവട്ടെ ഇവളുടെ പേരിൽ ഇവർ കള്ളോട്ടിട്ടുകൊണ്ടിരിക്കുമായിരിക്കും. എങ്ങനെയൊക്കെയോ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു പ്രസിഡൻ്റായി തീർന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോൻ്റെ ബ്രദർ വാസു അവനിങ്ങനെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആളെ കാണാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മുടെ സ്നേഹയാണ്. അതായത് ഇവനക്കൊരു ഫ്ലെക്സ് പ്രിൻറ്റിങ് ഷോപ്പ് ഉണ്ട്. അവിടെ ആണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇവൾ ജെറാക്സ് എടുക്കാൻ വരും, അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരും. സംഗതി അവൾക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകുട്ടിനെ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് ആ സംഗതി പറയാനാണ് വാസുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും വാസു നീ ആ കാര്യമൊക്കെ സെറ്റാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാസുവിനോട് കുറേ കെഞ്ചുന്നുണ്ട്. സ്നേഹയ്ക്കാവട്ടെ അവളുടേതായ കുറച്ച് ഫാൻറ്റസി ഉണ്ട്. അതായത് അവൻ നമ്മുടെ സ്നേഹനെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം എന്നുള്ള സീനൊക്കെ മനസ്സിൽ വിചാരിച്ച് ഫാൻറ്റസി ലോകത്ത് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവനോട് പ്രപ്പോസ് ചെയ്യാനായിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഈ ഒരു നേരത്ത് ഇവനാവട്ടെ അതിരാവിലെ തന്നെ പ്രപ്പോസ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞിക്ക എന്ന് പറഞ്ഞ ഒരാൾ സ്കൂട്ടറിൽ നിറയെ തേങ്ങ വെച്ചിട്ട് പോകുന്നുണ്ടാവും കേട്ടോ. ഇതെന്തിനാ ഇയാൾ ഇത്ര നേരത്തെ പോകുന്നത്, എന്തിനാ ഇത്രയധികം തേങ്ങ എന്നൊക്കെ ഇവരിങ്ങനെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒന്നും കണക്ക് കൂട്ടുന്നുണ്ടാവും. അതിനുശേഷം നേരെ സ്നേഹയുടെ വീടിൻ്റെ അടുക്ക് പോയിട്ട് നോക്കുമ്പോൾ സ്നേഹ പുറത്തൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽ കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ഇടണമല്ലോ. ആ ഒരു സമയത്ത് ബാലൻ വരികയാണ്, സൈക്കോ ബാലൻ. അവൻ വന്നിട്ട് സിഗ്നലല്ല ഞാൻ ഇപ്പോൾ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടൊരു ബോംബ് കത്തിച്ച് അതിനുള്ളിൽ ഇട്ട് കൊടുക്കുവാണ്. തീർന്ന്. അപ്പോൾ അവർ രണ്ടെണ്ണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന അവിടെ മാളവികയ്ക്ക് ഇന്ന് PSC എക്സാം ഉണ്ട്. സംഗതി ഇവൾ പ്രസിഡൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ മാമൻ അവളെയും കൂട്ടി കൊണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു പ്രശ്നം കാരണം തന്നെ അവളുടെ PSC എക്സാം അവിടെ മുടങ്ങുവാണ്. അവൾക്ക് അന്ന് പോകാൻ പറ്റാണ്ടാവുകയാണ്. അങ്ങനെ ഇവളുടെ അമ്മായിയുടെ കൂടെ ഇവൾ പേരൂർ അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് അമ്മായി പറയും, നീ നിൻ്റെ മാമനെ നോക്കൊന്നും വേണ്ട, നീ നിൻ്റെ ആഗ്രഹങ്ങൾ ചേസ് ചെയ്ത് പോകാൻ പറയുമ്പോൾ ആ ഒരു സമയത്ത് ഇവൾക്കൊരു കോള് വരുവാണ്. ഇവൾക്കൊരു ഗൈഡ് ഉണ്ട്. അപ്പോൾ ഗൈഡ് പറയുന്നുണ്ട് നീ റിസർച്ചിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാണ്. അത് മാമനോട് പറയുമ്പോൾ മാമൻ ഒട്ടും സമ്മതിക്കുന്നില്ല. നീ വേണമെങ്കിൽ ഇത് രണ്ടും ഒരേ സമയത്ത് കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് മാമൻ നിർദ്ദേശിക്കുകയാണ്. ഇവൾക്കും ആളെ ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും മിണ്ടുന്നുമില്ല. അവിടെ നിന്നിട്ട് ഇത് കാണിക്കുന്നത് നമ്മുടെ സ്നേഹയുടെ അച്ഛനെയാണ്. സ്നേഹയുടെ അച്ഛനും ഹാർട്ടിന് എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞു. കാരണം അന്നിട്ട ബോംബില്ലേ, അത് ആളുടെ വിചാരം സ്വപ്നം കണ്ടു എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ ബോംബ് പൊട്ടുന്ന പോലെ സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞാൻ മരിക്കാറായെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളേനെ ഇപ്പോൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരാളെ കെട്ടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുവാണ്. ഈ ഒരു സമയത്ത് ഈ സ്നേഹയാവട്ടെ നമ്മുടെ ഹീറോൻ്റെ കടയിലേക്ക് നോക്കിയിരുന്ന് മൂങ്ങുന്നുണ്ട് കേട്ടോ. ഹീറോയാവട്ടെ അതും നോക്കിയിരിപ്പുണ്ട്. ഇനി എന്തായാലും ആ പെണ്ണ് പോയി എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയാവട്ടെ അവൻ പണ്ട് പ്രേമിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവാണ്. അവളാവട്ടെ ഒരു നിരീശ്വരവാദി, ഇവനാവട്ടെ ഒരു വിശ്വാസി. എന്തിനൊക്കെ ആവട്ടെ ഒരു പെണ്ണിനെ കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് പോവുകയാണ്. അവിടെ നട്ടത് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനും പീതാംബരം കൂടിയിട്ട് ഒരു സ്കൂളിൻ്റെ അടുത്തേക്ക് വരുവാണ്. ആ ഒരു സമയത്ത് വേറൊരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, പീതാംബരേട്ടാ എനിക്കൊരു കട തുടങ്ങണം, അക്ഷയാണ് ഞാൻ ഈ പ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടി പാളീസായെങ്കിലും ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വിജയിക്കും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകുട്ടൻ്റെ ആ ഫ്ലെക്സ് കടയിൽ മറവായിട്ട് ഈ അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൂട്ടിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ, കുറച്ച് പൈസ അധികം തന്നാൽ മതി, ഞാൻ ചെയ്യാമെന്നൊക്കെ ആയിട്ട് ഈ പഴയ പ്രസിഡൻറ്റ് ഓക്കെ വയ്ക്കുവാണ്.
അവിടെയാട്ടെ നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. ഹീറോയെ ആവട്ടെ അവൻ പണ്ട് പ്രേമിച്ച പെൺകുട്ടിയുടെ ആ ഗ്രൂപ്പിൽ ഒന്ന് ചേരുവാണ്. അതായത് വിശ്വാസമൊന്നുമില്ലാതെ അന്ധവിശ്വാസത്തിന് പിന്നാലെ പോകാത്ത കുറച്ച് പേരുടെ ടീമുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു ടീമിൽ അംഗമായിരിക്കും. ആ ഒരു സമയത്ത് തന്നെ ആ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്ന പറമ്പിൽ ഒരു 6 പാമ്പ് മുട്ടയുണ്ടായിരുന്നു. അത് മറ്റുള്ളവർ പറയാണ് അതൊരു കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഹീറോയെ ആവട്ടെ അത് അവളുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി ആ സംഗതിയൊക്കെ എടുത്ത് കൈകൊണ്ട് തന്നെ ഞെക്കി പിഴിഞ്ഞ് പുറത്തേക്ക് എടുക്കുവാണ്. സംഗതി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് പുറത്തേക്ക് ചാടുന്നുണ്ട്. പാമ്പ് മുട്ടയാണ്, കൂടോത്രമല്ല എന്ന് മനസ്സിലാക്കി അവനാവട്ടെ ആകെപ്പാടിതാവുകയാണ്. കാരണം മുട്ട അടക്കം അവൻ കുടിച്ചു. അതിനുശേഷം കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ ഹീറോൻ്റെ ആ ഒരു കട പൊട്ടിക്കാനായിട്ട് ഓഫീസേഴ്സൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ ഹീറോ ആവട്ടെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഷാമില എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ് ആരുടെ ലൈസൻസ് കട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, നിൻ്റെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം നമ്മുടെ പുതിയ പ്രസിഡൻ്റ് ആവും ചെയ്തിട്ടുണ്ടാവുക അല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോ ആവട്ടെ ഹീറോയിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണ്. അങ്ങനെ ഹീറോയിന് ഒരു പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അവൾക്ക് ആകെപ്പാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആളെ വിളിച്ച് കാര്യം പറയുകയാണ് ഇവളൊരു പ്രസിഡൻ്റാണ്, എന്നിട്ടാണ് ഈ ഒരു PhD എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഗൈഡ് വിളിച്ചിട്ട് മാളവികേനെ പറയുവാണ് ഇത്രയും വലിയ പദവി ഇരുന്നിട്ട് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോൻ്റെ അമ്മയാവട്ടെ ഹീറോന് സർപ്പദോഷം കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു സ്വാമീജീനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇവനാണെങ്കിൽ ഒരു കള്ളനാണ് കേട്ടോ. അപ്പോൾ ആളാവട്ടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കൊരു ഫോൺ കോൾ വരികയാണ്. നയനെയാണ് വിളിച്ചത്, നമ്മുടെ സ്വാമിജിയുടെ ഒരു ലവർ. അപ്പോൾ ആൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് ഈ പ്രാവശ്യം നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല, എൻ്റെ ബാബുവേട്ടൻ അതായത് ആൾക്കൊരു ചേട്ടനുണ്ട്, ആളാവട്ടെ ഒരു ഗൾഫുകാരനായിട്ട് ഇവൾക്ക് വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടാവും, കല്യാണം ഉറപ്പിച്ചു, നല്ല ജോലിയൊക്കെ ഉള്ളതുകൊണ്ടും ഗൾഫുകാരനായതുകൊണ്ടും ഞാൻ ആൾക്ക് ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ശമ്പള നമ്മുടെ ഹീറോനെ കാണാൻ വേണ്ടി വന്നിട്ട് ഗൈഡിനോട് നീയാണല്ലോ വിളിച്ച് പറഞ്ഞത്, നിനക്കൊരു ശകലം ഉടുപ്പുണ്ടോ, അവൾക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അവൾ അത്രത്തോളം അവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അവൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഹീറോൻ്റെ കടയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ചെക്കനുണ്ട്. അവനക്കാണെങ്കിൽ ഫ്ലെക്സ് അടിക്കുമ്പോൾ ഫുള്ളും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പേരിലൂരിലെ ആദ്യത്തെ ബസ്സായിട്ടുള്ള ബാബുവിൻ്റെ ബസ്സിന് അവനാണ് ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പേര് ബാബുവിൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായി തിരുവോണം എന്ന് വെക്കാനാണ് ആളുടെ തീരുമാനം. പക്ഷേ സ്പെല്ലിംഗ് മിസ്റ്റേക്കാരും തിരുവാണം എന്നായി പോയി, ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക്. അതോടുകൂടി ആളുടെ പേര് ബാബു എന്നല്ല തിരുവാണം എന്നായി. അതിനുശേഷം ശ്രീകുട്ടനെ കാണിക്കുകയാണ്. ശ്രീകുട്ടൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പുതിയ ലൈസൻസ് എടുക്കണം, എന്നെ ഒന്ന് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ കുറേ സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ മാളവികയ്ക്കാണെങ്കിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല, അവളുടെ പണി നോക്കി പോവുകയാണ്. ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ പുതിയ ബസ് വന്നിട്ടുണ്ട്, പുതിയൊരു ബസ് സ്റ്റോപ്പ് വേണം. അപ്പോൾ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയത് തുക 25 ലക്ഷം വെച്ചിട്ടാണ്. വെറും 4 ചാക്ക് സിമെന്റിന് 25 ലക്ഷം പാടില്ല, ഇത് അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് സോമൻ്റെ ടീമുകാർ കിടന്ന് ഇങ്ങനെ ഓടിയിടുന്ന കണ്ടിട്ട് നമ്മുടെ മാളവിക അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയുവാണ്. സംഗതി അവൾക്കറിയാം, അത് ചെക്ക് ചെയ്യുവാണെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളുടെ പ്രസിഡന്റ് സ്ഥാനം പോകുന്നത്, അത് പോകാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവൾ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് പീതാംബരനോട് നമ്മുടെ അമ്മായി ആവട്ടെ ശ്രീകുട്ടൻ്റെ കാര്യം അവളുടെ കാര്യമൊക്കെ ആയിട്ട് പറയുവാണ്. അപ്പോൾ ആൾക്ക് മനസ്സിലായിട്ട് ശ്രീകുട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഈ പീതാംബരൻ പോകുന്നുണ്ട്. എന്നിട്ട് അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാം, പക്ഷെ അവളെ ഗൾഫിലേക്ക് കൊണ്ടുവരുത്, ഇത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാളവികനെ കാണാൻ വേണ്ടി വന്നിട്ട് പീതാംബരൻ പറയുകയാണ് അവൾക്ക് നിന്നെ കെട്ടണമെന്ന്, അവനെ കാല് പിടിച്ച് അപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വിടുമ്പോൾ ഇവളാവട്ടെ അന്ന് ശരി എനിക്ക് ഓക്കെയാണ്, പക്ഷേ കണ്ടീഷനുണ്ട്, ഇത്രയും ദിവസം ഞാൻ ഒരുങ്ങി നിന്നില്ലേ, ഇനി അവൻ ഒരുങ്ങി നിൽക്കട്ടെ, ഞാൻ ആണ് കാണാൻ പോവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനും നമ്മുടെ ഹീറോ സമ്മതിക്കുവാണ് കേട്ടോ. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ പേരിലൂരിലെ ഫസ്റ്റത്തെ ബസ്സായിട്ടൊരു തിരുവാണം, ആ ഒരു പേരും പറഞ്ഞ് നമ്മുടെ ബാബുവിനെ തിരുവാണം എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇത് കേട്ട് അവന് ദേഷ്യം വന്നിട്ട് അവനവിടുന്ന് ബൈക്ക് എടുത്ത് കൊണ്ടുപോയി നേരെ അവൻ്റെ ബസ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ വന്നിട്ട് ബസ്സിലെല്ലാം ഇറക്കി ഓടിപ്പിച്ചിട്ട് അവൻ ആ ബസ് എടുത്തിട്ട് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമല്ലോ, അഴിമതി നടന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്ന് ഇൻസ്പെക്ടർ വരും. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഈ തിരുവാണം എന്ന് വിളി സഹിക്കാൻ പറ്റാണ്ട് ബാബു ആവട്ടെ അവിടുത്തെ ആ ഒരു ബസ് സ്റ്റോപ്പ് എന്നെ അങ്ങ് തകർത്തിടുവാണ്. കഴിഞ്ഞില്ലേ, കത്തിക്കൽ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ കിടന്ന് തൊള്ളിയിട്ടുണ്ടിരിക്കുന്നത്, ഇറങ്ങിപ്പോ എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. ഇവിടെ ആൾ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾ ചോദിക്കുകയാണ് നീയാണോ ഗൈഡിനെ വിളിച്ച് പറഞ്ഞതെന്ന്. അപ്പോൾ അവനും പറയാണ് അതെ ഞാൻ അന്നൊരു ആവശ്യത്തിന് വിളിച്ച് പോയതാ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി എനിക്ക് ഈ ഒരു കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. സംഗതി രണ്ടുപേരും തമ്മിൽ ഭയങ്കര അകൽച്ചയായി തുടങ്ങിയിട്ടുണ്ട്. മാളവിക ആവട്ടെ എനിക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു, ഞാൻ ഇന്ന് രാത്രി പോവാണെന്ന് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ എനിക്കിനി അവളുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് ദുബായിക്ക് പോവാണെന്ന് പറയുന്നുണ്ട്. ഇനി എന്തായാലും ഇന്ന് രാത്രി അവൾ പോകാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ റിസൈൻ ലെറ്ററൊക്കെ എഴുതിയിട്ട് സോമൻ്റെ വീട്ടിൽ ഏൽപ്പിക്കുവാണ്. ഞാൻ പോയതിനു ശേഷം നിങ്ങളിതൊന്നും പഞ്ചായത്ത് ഓഫീസിലൊന്ന് ഏൽപ്പിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട്.
അവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ മാമനെയാണ്. ഹീറോൻ്റെ മാമൻ്റെ വൈഫിനൊരു സംശയരോഗമുണ്ട്. സംഗതി ന്യായമാണ്. കാരണം എന്ന് വെച്ചാൽ ആളൊരു വായി നോക്കിയാണ് കേട്ടോ. അപ്പോൾ സ്വാമിജിയോട് തൻ്റെ ജാതകം നോക്കാനൊക്കെ ആയിട്ട് പറയുമ്പോൾ ആളാവട്ടെ നിങ്ങൾക്കൊരു കിണറുണ്ട്, ആ കിണറിനുള്ളൊരു നിധിയുണ്ട്, പക്ഷേ ആ നിധി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളല്ലാതെ വേറെ ആരും ആ ഒരു കിണറിലെ വെള്ളം തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിജി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അത് വിശ്വസിച്ചിട്ട് ആളും പറയാണ്, അല്ല നാളെ നയനയുടെ കല്യാണമാണ്, അപ്പോൾ വെള്ളം എടുക്കട്ടെ. വെള്ളം എടുക്കാൻ പാടില്ല, നിധി വേണമെങ്കിൽ നിങ്ങൾ വെള്ളം എടുക്കാനേ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ ഇയാൾ പോയതിനു ശേഷം സ്വാമിജി വേറൊരാൾ വിളിച്ചിട്ട് പറയാണ്, ഞാൻ എൻ്റെ കാമുകിക്ക് ഒരു നല്ല പണി വെച്ച് കൊടുത്തിട്ടുണ്ട്, അവളുടെ കല്യാണത്തിന് വെള്ളം ഇല്ലെങ്കിൽ എത്ര നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ സൈക്കോൻ്റെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ബാബുവിൻ്റെ വീട്ടിൽ നമ്മുടെ ഹീറോൻ്റെ അങ്കിള് പോയിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാണ്ട് നീ കല്യാണം നടത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവനവിടെ അവിടെ നിന്ന് ദേഷ്യം വന്നിട്ട് കിടന്ന് തുള്ളുമായിരിക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സുഭാഷിനെയാണ്. അതൊരു പുതിയൊരു അവതാരമാണ് കേട്ടോ. ആൾക്കാവട്ടെ നാളെയാണ് എൻഗേജ്മെൻറ്റ്, പക്ഷേ നമ്മുടെ സൈക്കോ ബാലനാവട്ടെ അവൻ്റെ ബൈക്ക് എടുത്തിട്ട് കൊണ്ടുപോയി. ഹീറോയും വീട്ടിൽ നിന്ന് ചാടിയിട്ട് ഷംലേനെ വിളിക്കുവാണ്. വണ്ടി എവിടെയും ചോദിക്കുമ്പോൾ ഇന്ന് വണ്ടി വരില്ല, കാരണം വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയുകയാണ്. അങ്ങനെ അന്ന് നമ്മുടെ ഹീറോയിന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ട് അവളിങ്ങനെ റോട്ടിലിങ്ങനെ നിൽക്കുമായിരിക്കും. ആ ഒരു സമയത്ത് കാണിക്കുമ്പോൾ ഈ സ്വാമിജിക്ക് പെണ്ണിനെ തിരിച്ചു കിട്ടി. കാരണം വെച്ചാൽ ദുബായ്ക്കാരൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ഈ സ്വാമിയുടെ കൂടെ ഇറങ്ങിയോടി പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് സുഭാഷ് നമ്മുടെ സൈക്കോബാലിനെ കണ്ടിട്ടുണ്ടാവും. സൈക്കോബാലിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, എടാ ബാല, നീയല്ല പറഞ്ഞത് മാംഗോ ഫേസിൽ ചെയ്തിട്ട് പുറത്ത് ഇങ്ങനെ വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, ഇങ്ങനെ കറുത്തു പോകുന്നൊക്കെ. പക്ഷേ ആ ടൈലറുകാരൻ പറഞ്ഞത് അങ്ങനെ നടക്കില്ല, നീ എന്നെ പറ്റിച്ചാണ്, നിങ്ങൾക്ക് പറ്റിക്ക് ഉളുപ്പുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ പറ്റിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനാവട്ടെ അവിടെ നിന്ന് ഓടിയിട്ട് അവനോടുള്ള പക തീർക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സുഭാഷ് പോകുന്നത് അവൻ്റെ പടക്കത്തിൻ്റെ സ്ഥലത്തേക്കാണ്. അവിടെ ബോംബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോംബൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയാവട്ടെ കള്ളൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആ കള്ളനെ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മുടെ മാളവിക ഒരു ഗ്യാപ്പിലിങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. നീ എന്തിനാ ഇവിടേക്ക് വന്ന് നിൽക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ അവളുടെ കയ്യിൽ ബാഗൊക്കെ കണ്ടിട്ട്, ഓ നീ ഇവിടുന്ന് പോവുകയാണോ, നീ ഇന്നലെ പോണേ, ഞാൻ ഇന്ന് രാത്രി തന്നെ പോവും, ഞാൻ പോയി കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നമൊക്കെ തീർന്നില്ലേ, എനിക്കറിയാം നീ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, പ്രസിഡൻ്റ് ആവാനല്ല എന്നുള്ള കാര്യം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രസിഡൻ്റ് എന്നുള്ള പദവി പഠിച്ചവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്, അത് നിനക്ക് പറ്റും, പക്ഷേ നീ അതൊന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ ഇവളും അവൻ്റെ ടോക്ക് കേട്ടിട്ട്, നിൻ്റെ തലയിൽ ഇത്ര അറിവുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാവട്ടെ ഇവനിങ്ങനെ ടീസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇവിടെ നിന്ന് കാണിക്കുന്നത് ബാലൻ അവൻ്റെ കടയിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സുഭാഷ് ആവട്ടെ അതിനുള്ളിലേക്ക് ബോംബ് എടുത്തെറിയുന്നതായിരിക്കും. അങ്ങനെ ബോംബ് പിടിച്ച് അവിടെ ഭയങ്കരമായിട്ട് കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിലായിരിക്കും നമ്മുടെ ഹീറോയിനും നിന്ന് സംസാരിക്കുന്നുണ്ടാവുക. എന്തായാലും നീ അവിടേക്ക് പോകേണ്ട പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാളവിക ഹീറോൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് കൂടുകയാണ്. അങ്ങനെ ഈ ഒരു കട കത്തിയെരിയുന്നത് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. പീതാംബരൻ അപ്പോഴേക്കും വന്നിട്ട് നിങ്ങളിത് നോക്കി നിൽക്കുന്നത് അവൻ്റെ കത്തിയെരിയട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കി നിൽക്കുവാണെങ്കിൽ അതങ്ങ് നടക്കുകയുള്ളൂ, സൈഡിലാണെങ്കിൽ നിങ്ങളുടെ കടകളാണ്, പെട്ടെന്ന് ഈ തീ അണച്ചില്ലെങ്കിൽ നിങ്ങളുടെ കടയിലേക്കും തീ പടരുമെന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് അണയ്ക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് കിണറിൻ്റെ പിന്നിൽ ഒളിച്ച് നിൽക്കുന്നതെന്ന് നമ്മുടെ ഹീറോയിനും അവർ കണ്ടുപിടിക്കുകയാണ്. പീതാംബരൻ അവൻ്റെ മനസ്സിൽ ഇത് തന്നെ ടൈം, ഇവരെന്നെ ഒന്നിപ്പിക്കാനുള്ള ടൈമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചേ പറ്റൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ നോക്കി പറയുമ്പോൾ അവരാണെങ്കിൽ അതേ എന്നൊക്കെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ഇവരുടെ കല്യാണ തീയതി നിശ്ചയിക്കുകയാണ്. ആ ഒരു സമയത്ത് സോമൻ ഇവളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. വന്നിട്ട് ഇവളോട് പറയാണ്, അത് നീ റിസൈൻ ലെറ്റർ എഴുതുന്നില്ലേ, ആ ഒരു സംഗതി ഞാൻ പോക്കറ്റിൽ വെച്ചുകൊണ്ട് തിരുമ്പുന്ന സമയത്ത് അതങ്ങ് നാശമായി പോയി, നീ ഒരു പ്രാവശ്യം കൂടെ എഴുതി തരുമെന്ന് പറയുമ്പോൾ അവൾ പറയാണ്, ഞാൻ ഇനി എഴുതി തരത്തില്ല, കാരണം ഈ ഒരു പ്രസിഡന്റ് പദവിയിൽ നിന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ സോമനാവട്ടെ എന്നാൽ ശരി നമുക്ക് അടുത്ത ഇലക്ഷനിൽ കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇതോട് കൂടിയിട്ടാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ അവസാനം. സംഗതി നല്ലൊരു വെബ് സീരീസ് ആയിരുന്നു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ.